പറയുന്ന ഇടിയൻ ചക്ക എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഈ ചെറുതായിട്ടിട്ട് ഇത് തോലിങ്ങനെ ചെത്തി, തോല് നല്ലോണം ചെത്തി കളയുക. തോല് ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ വിളഞ്ഞീൻ കളഞ്ഞ് ഞാൻ നൈസായിട്ട് കളഞ്ഞ് വളരെ വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റും, പിന്നെ ഇറച്ചീൻ്റെ കൂടെ വെക്കാൻ പറ്റും, ചിക്കൻ്റെ കൂടെ വെച്ച് നമുക്ക് മിക്സാക്കി വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉപ്പേരി പോലെ വെച്ച് ശരിക്കും നല്ലോണം അത് മാത്രം കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ വിളഞ്ഞീൻ കളയണമെങ്കിൽ ഇതേപോലെ ഒരു കോലെടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ വിളഞ്ഞീൻ ഇങ്ങനെ ആക്കിയെടുക്കും. ഇതെങ്ങനെ തന്നെ വിളഞ്ഞീൻ കളയണം. വിളഞ്ഞീൻ കളഞ്ഞില്ലെങ്കിൽ കത്തിയിൽ വിളഞ്ഞീൻ പിടിക്കും, നമ്മളെ കയ്യിലൊക്കെ വിളഞ്ഞീനായിരിക്കും. ഇതിങ്ങനെ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ട് വീണ്ടും ചെത്തണം. വീണ്ടും ചെത്തി അതിൻ്റെ ആ ചുള കാണുന്നത് വരെയുള്ള അത് ചെത്തി കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഉപ്പേരി വെക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറുതാക്കി തന്നെ ഇപ്പം തന്നെ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ കാട്ടിൽ നിന്ന് ആന വരും. ആന വന്ന് ഇവിടെയുള്ള ചക്ക കംപ്ലീറ്റ് തിന്നു പോവും. അപ്പോൾ ആനനെ പേടിച്ചിട്ടുണ്ടാവും എല്ലാവരും ഈ ഇടിയൻ ചക്കയായിട്ട് തന്നെ കറി വെച്ച് കൂട്ടലാണ് പതിവ്. അതാണ് ഇങ്ങനെ ഇടിയൻ ചക്കൻ്റെ പവർ. ഇത് രാസവളമോ അല്ലെങ്കിൽ ഒരു വളവും ഇല്ലാതെ നമ്മൾ കിട്ടുന്നൊരു സാധനമാണ്. ഇവിടെ വളമില്ലാത്തൊരു സാധനം എന്ന് പറയുമ്പോൾ ഈ ചക്ക മാത്രമേ കിട്ടുക. ചക്കയും മാങ്ങയുമാണ് മഴക്കാലത്ത് ഇവിടെ വളമില്ലാണ്ട് നമുക്ക് കൃഷി ചെയ്ത് കിട്ടുന്ന ഒരു സാധനം. ഓക്കെ, താങ്ക് യു.